ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണസദ്യയിലെ രണ്ട് വിഭവങ്ങളായ വടുകപ്പുളി നാരങ്ങാക്കറിയും പൈനാപ്പിൾ കിച്ചടിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നാരങ്ങാക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് ടേസ്റ്റ് കൂടുതൽ. തൊലിയെല്ലാം നന്നായി കളഞ്ഞ് നാരങ്ങ മുറിച്ച് വയ്ക്കണം. അപ്പോൾ ചൂടായ നല്ലെണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക, കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ, ഇത്ര എണ്ണന്നൊന്നുമില്ല. ഒരു 5 പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും, പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറുത്. അതിൽ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. തൊലിയോട് കൂടി ചെയ്യണവർക്ക് തൊലിയോട് കൂടി ചെയ്യാൻ കുഴപ്പമില്ല, കുറച്ച് കയ്പ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും ചേർക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ മുളകൊന്ന് ചെറുതായിട്ട് മൂത്ത് വരും, കളറൊന്നും മാറണ്ട, എന്നാലും അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് 2-2.5 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ കുറുകി വരുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ നാരങ്ങാക്കറി റെഡിയായി. അപ്പോൾ തണുക്കുമ്പോൾ നമുക്കിത് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ നാരങ്ങാക്കറി ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റുക. അതോടൊപ്പം നമ്മൾ 1.5 കപ്പ് ചിരകിയ തേങ്ങയോടൊപ്പം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും നന്നായി അരച്ച് വയ്ക്കണം. പൈനാപ്പിൾ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട, ഏകദേശം 1/4 ടീസ്പൂൺ മതി. ഇനി ഇത് മുളക് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റുക. നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വെള്ളം വറ്റി വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ പൈനാപ്പിൾ വേവും. അപ്പോൾ നമ്മൾ തേങ്ങാക്കൂട്ട്, അതായത് കടുകും ജീരകവും പച്ചമുളകും തേങ്ങയും കൂടി അരച്ച കൂട്ട് ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്, കാരണം പൈനാപ്പിളിന് മധുരമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മധുരം മുമ്പിൽ നിൽക്കും. അത് കാരണം നമ്മൾ കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുക. അതായത് വെളിച്ചെണ്ണയിൽ കടുക്, മുളക്, കറിവേപ്പില, വേണമെങ്കിൽ ഉലുവ ചേർക്കാം കേട്ടോ, അത് നിർബന്ധമില്ല. അത് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ കിച്ചടിയും റെഡിയായി. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ 2 കറികൾ, നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന 2 കറികളാണ് ഈ നാരങ്ങാക്കറിയും പൈനാപ്പിൾ കിച്ചടിയും. അപ്പോൾ ഓണത്തിന്